നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അന്താരാഷ്ട്ര യാത്രകൾക്ക് അനുമതി നൽകിക്കൊണ്ട് ഇന്ത്യ രംഗത്തെത്തിയതിന് പിന്നാലെ പ്രവാസികൾക്ക് ആശ്വാസ വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇന്ത്യ അയഞ്ഞപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളും നിബന്ധനകളിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. അങ്ങനെ കോവിഡ് വ്യാപനം കുറഞ്ഞ പശ്ചാത്തലത്തിൽ യാത്രാ നിബന്ധനകളിൽ മാറ്റങ്ങളുമായി അധികൃതർ രംഗത്തെത്തി. വിദേശികൾക്കുള്ള ക്വാറന്റൈൻ വ്യവസ്ഥകൾ പിൻവലിച്ചതോടെ സൗദിയിലേക്കുള്ള യാത്രാ ചിലവ് ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. ചെലവ് കുറഞ്ഞതോടെ സന്ദർശന വിസയിൽ കുടുംബങ്ങളും ധാരാളമായി സൗദിയിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. പുതിയ തീരുമാനം വീട്ടുവേലക്കാരികളുടെ റിക്രൂട്ട്മെന്റ് ചെലവിൽ വൻ കുറവ് വരുത്തിയതായി റിക്രൂട്ട്മെന്റ് മേഖലയിലെ വിദഗ്ധർ അഭിപ്രായപ്പെടുകയുണ്ടായി. ഇതോടൊപ്പം തന്നെ സൗദിയിൽ നിന്ന് കോവിഡ് വാക്സിൻ എടുക്കാതെ രാജ്യത്തെത്തുന്ന എല്ലാ വിദേശികൾക്കും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ നിർബന്ധമാണെന്നായിരുന്നു വ്യവസ്ഥ. എന്നാൽ രാജ്യത്ത് കോവിഡ് കേസുകൾ ഗണ്യമായി കുറഞ്ഞതോടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ഉൾപ്പെടെയുള്ള മിക്ക നിയന്ത്രണങ്ങളും പിൻവലിക്കുകയുണ്ടായി. ഇതോടെ വിദേശികൾക്ക് സൗദിയിലേക്ക് വരുന്നതിനുള്ള ചിലവുകളും ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. 5 ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈന് ഏകദേശം 60,000 മുതൽ 1,00,000 രൂപയോളം ചിലവഴിച്ചായിരുന്നു മലയാളികൾ ഉൾപ്പെടെയുള്ളവർ സൗദിയിലേക്ക് വന്നിരുന്നത്. ക്വാറന്റൈൻ പിൻവലിച്ചതോടെ പല പ്രവാസികളും സൗദിയിലേക്ക് തിരിച്ചെത്തി തുടങ്ങിയിട്ടുണ്ട്. ഇതുകൂടാതെ ഉംറ തീർത്ഥാടകരുടെ എണ്ണത്തിലും വൻ വർധനവുണ്ടായിട്ടുണ്ട്. പുതിയ തീരുമാനം വന്നതോടെ സൗദിയിലേക്ക് സന്ദർശന വിസയിലെത്തുന്ന കുടുംബാംഗങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്. കുടുംബങ്ങൾക്ക് വൻതുക ലാഭിക്കാൻ ക്വാറന്റൈൻ പിൻവലിച്ച തീരുമാനം സഹായകരമാകുന്നതായിരിക്കും. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വീട്ടുവേലക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള ചിലവും കുറഞ്ഞതായി റിക്രൂട്ട്മെന്റ് മേഖലയിലുള്ളവർ അഭിപ്രായപ്പെടുകയുണ്ടായി. റമദാനിന് മുന്നോടിയായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിരവധി വീട്ടുവേലക്കാരികൾ സൗദിയിലെത്താറുണ്ട്. പുതിയ തീരുമാനം ഇവർക്കെല്ലാം ആശ്വാസകരമായിട്ടുണ്ട്. അതേസമയം സൗദിയിലേക്ക് പ്രവേശിക്കാൻ യാത്രാ നിരോധനമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കുള്ള നിബന്ധനയിൽ മാറ്റം വന്നു. സൗദിയിലേക്ക് പ്രവേശിക്കാൻ ഈ യാത്രക്കാർ മൂന്നാമത്തെ രാജ്യത്ത് 14 ദിവസം താമസിച്ചതിനു ശേഷമേ പ്രവേശിക്കാൻ പാടുള്ളൂവെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് അറിയിച്ചു. കഴിഞ്ഞ 14 ദിവസത്തിനുള്ളിൽ യാത്ര താൽക്കാലികമായി നിരോധിച്ച രാജ്യങ്ങളിലൊന്നിലൂടെ യാത്ര ചെയ്യാത്ത വിസിറ്റ് വിസ ഉടമകൾക്ക് മാത്രമേ രാജ്യത്ത് നേരിട്ട് പ്രവേശനം അനുവദിക്കൂവെന്ന് ജവാസാത്ത് വ്യക്തമാക്കി. തവക്കൽ ആപ്ലിക്കേഷനിൽ വാക്സിൻ സ്വീകരിച്ചത് ഉൾപ്പെടുത്തിയിട്ടുള്ളവർക്ക് മൂന്നാമതൊരു രാജ്യത്ത് 14 ദിവസം ചെലവഴിക്കാതെ യാത്ര താൽക്കാലികമായി നിരോധിച്ച രാജ്യങ്ങളിൽ നിന്ന് നേരിട്ട് സൗദിയിൽ പ്രവേശിക്കാൻ കഴിയുമോ എന്ന ചിലരുടെ ചോദ്യത്തിന് മറുപടിയായാണ് ജവാസാത്ത് ഇക്കാര്യം വ്യക്തമാക്കിയത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.